ഹലോ ഫ്രണ്ട്സ്, ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പ്ലാസ്മ മെംബ്രെയിൻ്റെ പ്രോട്ടീൻസ് ആൻഡ് ലിപ്പിഡ് കമ്പോണൻസിനെ പറ്റി നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തു. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്ലാസ്മ മെംബ്രെയിനിൽ അടങ്ങിയിട്ടുള്ള മൂന്നാമത്തെ ബയോമോളിക്യൂലായിട്ടുള്ള കാർബോഹൈഡ്രേറ്റിനെ പറ്റിയിട്ടാണ്. സോ പ്ലാസ്മ മെംബ്രെയിൻ ഉണ്ടാക്കിയിരിക്കുന്നത് പ്രധാനപ്പെട്ട 3 ബയോമോളിക്യൂൾസ് കൊണ്ടാണ്: ലിപ്പിഡ്സ്, പ്രോട്ടീൻസ്, കാർബോഹൈഡ്രേറ്റ്. അതിൽ കാർബോഹൈഡ്രേറ്റ് ഏറ്റവും അവസാനത്തെ കമ്പോണൻ്റ് ആയിട്ടുള്ള ഏറ്റവും കുറച്ചുള്ള വെറും 5% മാത്രമുള്ള ആ കാർബോഹൈഡ്രേറ്റ് കമ്പോണൻറ്റിനെ പറ്റി നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. സോ ഈ ലിപ്പിഡ്സുമ്പോൾ കാണുന്ന ഈ കാർബോഹൈഡ്രേറ്റ് നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാൻ പറ്റും. ഒന്ന് ഗ്ലൈക്കോ പ്രോട്ടീൻസ്, ഒന്ന് ഗ്ലൈക്കോ ലിപ്പിഡ്സ്. ഇങ്ങനെ രണ്ടായിട്ട് തരംതിരിക്കാൻ പറ്റും അല്ലേ? ഗ്ലൈക്കോ പ്രോട്ടീൻ, ഗ്ലൈക്കോ എന്ന് പറഞ്ഞാൽ കാർബോഹൈഡ്രേറ്റ് എന്നുള്ള അർത്ഥമാണ്. അപ്പോൾ ഗ്ലൈക്കോ പ്രോട്ടീൻ എന്ന് പറഞ്ഞാൽ എന്താ? കാർബോഹൈഡ്രേറ്റ് പ്ലസ് പ്രോട്ടീൻ ആണ് ഗ്ലൈക്കോ പ്രോട്ടീൻ. ഗ്ലൈക്കോ ലിപ്പിഡ്സ് പറഞ്ഞാൽ എന്തായിരിക്കും? അപ്പോൾ കാർബോഹൈഡ്രേറ്റ് പ്ലസ് ലിപ്പിഡ്സ് ആണ് ഗ്ലൈക്കോ ലിപ്പിഡ്സ്. സിമ്പിളാണ്. എന്താ നമുക്ക് നോക്കാം. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഇവിടെ കാണിച്ചിട്ടുള്ള, ശ്രദ്ധിക്കാം, എന്താ ഇവിടെ ഈ കാണിച്ചിരിക്കുന്ന സാധനമാണ് ഒരു ഗ്ലൈക്കോ പ്രോട്ടീൻ എന്ന് വെച്ചാൽ അതിൽ ആ നീല നിറം ഉണ്ടല്ലോ, നീല നിറം. ഈ നീല നിറത്തിൽ കാണുന്ന സാധനം എന്താണ്? ഒരു പ്രോട്ടീനാണ്. പ്ലാസ്മ മെംബ്രെയിനുള്ള ഒരു പ്രോട്ടീനാണ് ആ നീല നിറത്തിൽ കാണുന്നത്. അതിൻ്റെ മേലെയുള്ള ഈ വയലറ്റ് നിറത്തിൽ കാണുന്ന ഇയാളെന്ത്? കാർബോഹൈഡ്രേറ്റ്. അപ്പോൾ നമുക്കിവിടെ എന്താ കാണാൻ പറ്റുക? ആ കാർബോഹൈഡ്രേറ്റ്, ആ വയലറ്റ് നിറത്തിലുള്ള കാർബോഹൈഡ്രേറ്റ് എന്ത് ചെയ്തിരിക്കുന്നു? ആ നീല നിറത്തിലുള്ള പ്രോട്ടീനായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നു. ക്ലിയർ അല്ലേ? സോ അപ്പോൾ എന്താണ് ഗ്ലൈക്കോ പ്രോട്ടീൻസ് എന്ന് വെച്ചാൽ? പ്രോട്ടീൻസുമായി പ്ലാസ്മ മെംബ്രെയിനിലുള്ള പ്രോട്ടീൻസുമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്ന കാർബോഹൈഡ്രേറ്റ് ആണത് ഗ്ലൈക്കോ പ്രോട്ടീൻസ്. ക്ലിയർ അല്ലേ? അപ്പോൾ ഇപ്പോൾ നമ്മൾ കാണിച്ച ആ ചിത്രം എന്താണ്? ഗ്ലൈക്കോ പ്രോട്ടീൻ എക്സാമ്പിളാണ്. ഇനി എന്താണ് ഗ്ലൈക്കോ ലിപ്പിഡ്സ്? ഇവിടെ ശ്രദ്ധിക്കുക, ഇങ്ങനെയാണ് ഒരു ഗ്ലൈക്കോ ലിപ്പിഡ്. എന്താണ് അവിടെ സംഭവിക്കുന്നത്? അവിടെയുള്ള ആ പച്ച നിറത്തിലുള്ള സാധനം എന്താണ്? കാർബോഹൈഡ്രേറ്റ് മോളിക്യൂളാണ്. ഒരു കാർബോഹൈഡ്രേറ്റ് മോളിക്യൂളാണ് ആ പച്ച നിറത്തിൽ കാണിച്ചിട്ടുള്ളത്. അത് ആരുമായിട്ടാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്? നമുക്കൊരു ആ മഞ്ഞ നിറത്തിൽ കാണുന്ന സാധനം എന്താണ്? അത് ലിപ്പിഡ് ബൈലെയറിലെ ഫോസ്ഫോലിപ്പിഡിൻ്റെ ആ ഫോസ്ഫേറ്റ് ഗ്രൂപ്പാണ് ആ കാണുന്നത്. ആ മഞ്ഞ നിറത്തിലുള്ള ഹെഡ്, ആ ബോൾസൊക്കെ എന്താണ്? ഫോസ്ഫോലിപ്പിഡിൻ്റെ ഫോസ്ഫേറ്റ് ഗ്രൂപ്പാണ്. അപ്പോൾ ഈ ഫോസ്ഫോലിപ്പിഡായിട്ട് അല്ലെങ്കിൽ ലിപ്പിഡുമായിട്ടാണ് ആര് കണക്ട് ചെയ്തിരിക്കുന്നത്? ആ കാർബോഹൈഡ്രേറ്റ് കണക്ട് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ആ കാർബോഹൈഡ്രേറ്റ് നമുക്ക് എന്ത് വിളിക്കാൻ പറ്റും? ഗ്ലൈക്കോ ലിപ്പിഡ്സ് എന്ന് വിളിക്കാൻ പറ്റും. ക്ലിയർ അല്ലേ? അപ്പോൾ എന്താണ് ഗ്ലൈക്കോ പ്രോട്ടീൻസ്? കാർബോഹൈഡ്രേറ്റ് അറ്റാച്ച്ഡ് ടു ദി പ്രോട്ടീൻ ഓഫ് സെൽ മെംബ്രെയിൻ ആണത് ഗ്ലൈക്കോ പ്രോട്ടീൻസ്. അപ്പോൾ എന്താണ് ഗ്ലൈക്കോ ലിപ്പിഡ്സ്? കാർബോഹൈഡ്രേറ്റ് അറ്റാച്ച്ഡ് ടു ദി ലിപ്പിഡ്സ് ഓഫ് ദി സെൽ മെംബ്രെയിൻ ആണത് ഗ്ലൈക്കോ ലിപ്പിഡ്സ്. ക്ലിയർ അല്ലേ? അപ്പോൾ ഇതാണ് ഗ്ലൈക്കോ പ്രോട്ടീൻസും ഇതാണ് ഗ്ലൈക്കോ ലിപ്പിഡ്സും. നമ്മളൊരു സെല്ല് നോക്കുകയാണെങ്കിൽ അതിൽ ഇപ്പോൾ ഇതിൽ നമ്മളിപ്പോൾ 1, 2, 3, 4, 5 ഇതേപോലത്തെ കാർബോഹൈഡ്രേറ്റ് കാണിച്ചിട്ടുണ്ട്. അത് എന്താണ്? അതിൽ ഗ്ലൈക്കോ ലിപ്പിഡ്സും വരാം, ഗ്ലൈക്കോ പ്രോട്ടീൻസും വരാം. അങ്ങനെ ഈ സെല്ലിൻ്റെ മേലെ ഒരുപാട് എന്തുണ്ടായിരിക്കും? ഇതുപോലെ ഇങ്ങനെ ഈ ഗ്ലൈക്കോ പ്രോട്ടീൻസും ഗ്ലൈക്കോ ലിപ്പിഡ്സും ഉണ്ടായിരിക്കും. ചില ഒരുപാട് കാർബോഹൈഡ്രേറ്റിൻ്റെ മോയിറ്റ് ഇങ്ങനെ ഒരുപാട് ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മുടെ സെല്ലിനെ ഒരു സ്പിയറായിട്ട് കൺസിഡർ ചെയ്യണമെങ്കിൽ ആ സെല്ലിന് പുറത്ത് നിറച്ചും എന്തുണ്ടായിരിക്കും? ഇതുപോലത്തെ ഒരുപാട് കാർബോഹൈഡ്രേറ്റ് മോളിക്യൂൾസ് ഇങ്ങനെ പൊന്തി നിൽക്കുന്നുണ്ടായിരിക്കും. എന്ന് വെച്ചാൽ ഒരു സെല്ലിൻ്റെ മേലെ ഇങ്ങനെ പുല്ല് നട്ട പോലെ ഒരുപാട് എന്തുണ്ടായിരിക്കും? ഇതുപോലെ ഇങ്ങനെ പുല്ല് നട്ട പോലെ ഒരുപാട് കാർബോഹൈഡ്രേറ്റ് മോളിക്യൂൾസ് ഇങ്ങനെ പൊന്തി നിൽക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ സെല്ലിൻ്റെ പുറംഭാഗം നോക്കുമ്പോൾ ആ സെല്ലിൻ്റെ പുറത്ത് നമുക്ക് എന്ത് കാണാൻ പറ്റും? ഇത്ര കാർബോഹൈഡ്രേറ്റിൻ്റെ ഈ നാര് പോലെ നിൽക്കുന്ന കാർബോഹൈഡ്രേറ്റിൻ്റെ ഒരു കവറിങ് നമുക്ക് കാണാൻ പറ്റും. ക്ലിയർ അല്ലേ? ഈ സ്ലൈഡ് നോക്കുക, കണ്ടോ? ഈ സെല്ലിൻ്റെ പുറത്ത് കണ്ടില്ലേ ഒരുപാട് കാർബോഹൈഡ്രേറ്റിൻ്റെ കവറിങ് കണ്ടു അല്ലേ? അത് ഈ സെല്ലിൻ്റെ ഇവിടൊക്കെ ഉണ്ടായിരിക്കും. ഇവിടൊക്കെ സെൽ മെംബ്രെയിൻ, നമ്മളൊരു ക്രോസ് സെക്ഷൻ എടുത്തുകൊണ്ടാണ് നമ്മൾ ഈ മേൽഭാഗം മാത്രം കാണിച്ചത്. ഓക്കെ, അപ്പോൾ സെല്ലിന് ചുറ്റും ഉണ്ടെന്ന് വിചാരിക്കട്ടോ. സെല്ലിനെ മൊത്തം കവർ ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് കണ്ടോ? ഈ കാർബോഹൈഡ്രേറ്റിൻ്റെ ഈ നാരുകൾ പോലുള്ള സ്ട്രക്ചേഴ്സ് ഇങ്ങനെ പൊന്തി നിൽക്കുന്നുണ്ടായിരിക്കും. ആ മൊത്തം കാർബോഹൈഡ്രേറ്റിൻ്റെ കവറിങ്ങിനെ വിളിക്കുന്ന പേരാണ് നമ്മളെന്ത്? ഗ്ലൈക്കോ കാലിസ്. ശ്രദ്ധിക്കുക, ഗ്ലൈക്കോ കാലിസ്. സോ ദി തിൻ ആൻഡ് ലൂസ് കവറിങ് over the entire surface of the cell membrane by carbohydrate is known as glycocalyx. അപ്പോൾ ഈ സെല്ലിൻ്റെ സർഫസിലുള്ള ഈ മൊത്തം കാർബോഹൈഡ്രേറ്റിൻ്റെ കവറിങ്ങിനെ വിളിക്കുന്ന പേരാണ് നമ്മൾ ഗ്ലൈക്കോകാലിക്സ്. അതിൽ ആരൊക്കെ ഉണ്ടായിരിക്കും? അതിൽ ഗ്ലൈക്കോ ലിപ്പിഡ്സ് ഉണ്ടായിരിക്കും, ഗ്ലൈക്കോ പ്രോട്ടീൻസ് ഒക്കെ ഉണ്ടായിരിക്കും. സോ ഇതാണ് ഗ്ലൈക്കോ പ്രോട്ടീൻസ്, ഗ്ലൈക്കോ ലിപ്പിഡ്സ് ആൻഡ് ഗ്ലൈക്കോകാലിക്സ്. ഇത് നമുക്ക് നോക്കാൻ പോകുന്നത് എന്താണ് കാർബോഹൈഡ്രേറ്റിൻ്റെ ഫംഗ്ഷൻ എന്നുള്ളതാണ്. സെൽ മെംബ്രെയിനിൽ കാർബോഹൈഡ്രേറ്റ് ഫംഗ്ഷൻ. അപ്പോൾ നമ്മൾ മുന്നേ പ്രോട്ടീൻ്റെ ഫംഗ്ഷൻ പഠിച്ചിരുന്നു അല്ലേ? ആ പ്രോട്ടീൻ്റെ ഫംഗ്ഷൻ പഠിച്ചപ്പോൾ നമ്മൾ പഠിച്ച 2 ഫംഗ്ഷൻ തന്നെയാണ് നമ്മുടെ കാർബോഹൈഡ്രേറ്റ് നമുക്കുള്ളത്. ഏതൊക്കെ നമുക്ക് നോക്കാം. ഇപ്പോൾ പ്രോട്ടീൻ നമ്മൾ പഠിച്ചിട്ട് പ്രോട്ടീൻ എന്തായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്?
ഈ റിസപ്റ്ററായിട്ട് ആക്ട് ചെയ്യുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. പ്രോട്ടീൻസ് റിസപ്റ്റർ അല്ലേ, സിഗ്നൽ മോളിക്യൂൾസിനൊക്കെ റിസീവ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലേ, ഹോർമോൺസിനൊക്കെ റിസീവ് ചെയ്യാൻ വേണ്ടിയിട്ട്, ന്യൂറോ ട്രാൻസ്മിറ്ററൊക്കെ റിസീവ് ചെയ്യാൻ വേണ്ടി റിസപ്റ്ററായിട്ട് സെൽ മെംബ്രെയിൻ ഉണ്ടാവും എന്ന് പറഞ്ഞില്ലേ. അങ്ങനെ ഒരുപാട് സെൽ മെംബ്രെയിൻ്റെ ചില കമ്പൗണ്ട്സ് എന്തുമായിരിക്കും, ഇതുപോലെ തന്നെ സെൽ മെംബ്രെയിനുള്ള ചില റിസപ്റ്റേഴ്സ് എന്തായിരിക്കും, കാർബോഹൈഡ്രേറ്റ് ആയിരിക്കും. എന്തായിരിക്കും? കാർബോഹൈഡ്രേറ്റ്. അപ്പോൾ കാർബോഹൈഡ്രേറ്റ് എന്തായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്? റിസപ്റ്റേഴ്സ് ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. കാർബോഹൈഡ്രേറ്റ് എന്തായിട്ടുണ്ട്? റിസപ്റ്റേഴ്സ് ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. അത് ഓർത്ത് വെക്കുക കേട്ടോ. കാർബോഹൈഡ്രേറ്റും റിസപ്റ്ററായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്, പ്രോട്ടീൻസും റിസപ്റ്ററായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി നെക്സ്റ്റ് പോയിന്റ് ആലോചിക്കുക. ഈ പ്രോട്ടീൻസ് സെൽ ടു സെൽ അഡീഷനൊക്കെ ആര് സഹായിച്ചിരുന്നു? പ്രോട്ടീൻ സഹായിച്ചിരുന്നു അല്ലേ. സെൽ അഡീഷൻ മോളിക്യൂൾ നമ്മളതിനെ വിളിക്കും, രണ്ട് സെല്ലുകളെ പരസ്പരം ഇങ്ങനെ കണക്ട് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് അല്ലേ. അതുപോലെ തന്നെ സെല്ലുകൾ തമ്മിൽ പരസ്പരം കണക്ട് ചെയ്യാൻ ആര് സഹായിക്കുന്നുണ്ട്? ഈ പറഞ്ഞ കാർബോഹൈഡ്രേറ്റും സഹായിക്കുന്നുണ്ട്. ക്ലിയർ അല്ലേ? ഓക്കെ, ഗ്ലൈക്കോകാലിസ് ഹെൽപ്പ്. ഗ്ലൈക്കോകാലിസ് എന്താ? പുറത്തുള്ള കാർബോഹൈഡ്രേറ്റ് മൊത്തം കവറിങ് അല്ലേ. അതെന്ത്? നെയ്ബറിങ് സെൽസിന് എന്ത് ചെയ്യുന്നുണ്ട്? ടൈറ്റായിട്ട് ഫിക്സ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നുണ്ട്. സെൽ ടു സെൽ അറ്റാച്ച്മെൻ്റ് ആണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി അടുത്ത പോയിന്റ്, മൂന്നാമത്തെ ഫംഗ്ഷൻ ആയിട്ട് പഠിക്കാനുള്ളത് ഈ കാർബോഹൈഡ്രേറ്റ് ഉണ്ടല്ലോ. ഈ കാർബോഹൈഡ്രേറ്റ് ഇവർക്ക് നെഗറ്റീവ് ചാർജാണുള്ളത്. എന്ത് ചാർജാണുള്ളത്? നെഗറ്റീവ് ചാർജാണ്. ഇവർക്ക് നെഗറ്റീവ് ചാർജാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ നെഗറ്റീവ് ചാർജുള്ള ഒരു സാധനം, ഒരു മോളിക്യൂൾസ് ഈ സെല്ലിനുള്ളിലേക്ക് കയറാതെ നോക്കുന്നത് ആരാണ്? ഈ കാർബോഹൈഡ്രേറ്റ് നെഗറ്റീവ് ചാർജുള്ളതുകൊണ്ടാണ്. നമുക്കറിയാം കാർബോഹൈഡ്രേറ്റിന് ഒരു നെഗറ്റീവ് ചാർജ് കൊടുക്കേണ്ട സെൽ മെമ്പറിൻ്റെ ചുറ്റും അല്ലേ. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? വേറൊരു നെഗറ്റീവായിട്ടുള്ള മോളിക്യൂൾ ഇതിൻ്റെ അടുത്തേക്ക് വരുമ്പോൾ റിപ്പൾസ് അല്ലേ, റിപ്പൾസ് ചെയ്തിട്ട് പോകും, റിപ്പൽ ചെയ്യും. ക്ലിയർ അല്ലേ? വേറൊരു നെഗറ്റീവായിട്ടുള്ള ആൾ എന്ത് ചെയ്യും? ഇങ്ങോട്ട് വരുമ്പോൾ റിപ്പൽ ചെയ്ത് പോകും. അതുകൊണ്ട് നെഗറ്റീവായിട്ടുള്ള ആൾക്കാർക്ക് എന്ത് പറ്റില്ല? സെല്ലിൻ്റെ ഉള്ളിലേക്കും കയറാൻ പറ്റില്ല, സെല്ലിൻ്റെ പുറത്തേക്കും പോകാൻ പറ്റില്ല. സെല്ലിൻ്റെ ഉള്ളിലേക്ക് കയറാനും പറ്റില്ല, സെല്ലിൻ്റെ ഉള്ളിലുള്ള സാധനം പുറത്തേക്കും പോകാൻ പറ്റില്ല. ഏത്? നെഗറ്റീവായിട്ടുള്ള ആൾക്കാർക്ക് പോകാൻ പറ്റില്ല. ക്ലിയർ അല്ലേ? പക്ഷേ സെല്ലിന് ആവശ്യമുള്ള ചില നെഗറ്റീവ് ചാർജുള്ള കമ്പൗണ്ട്സ് ഒക്കെ ഉണ്ടായിരിക്കും. സെല്ലിന് ആവശ്യമുള്ള നെഗറ്റീവ് ചാർജുള്ള കമ്പൗണ്ട്സ് ഒക്കെ ഉണ്ടായിരിക്കും. അവരുള്ളിലേക്ക് കടത്തിവിടാൻ സ്പെഷ്യൽ ടൈപ്പ് പ്രോട്ടീൻസ് ഒക്കെ ഉണ്ട് കേട്ടോ. എന്ന് വെച്ചാൽ നെഗറ്റീവായിട്ടുള്ള ആൾക്കാർ ഇങ്ങോട്ട് വരൂല എന്നല്ല, ആവശ്യമില്ലാത്ത ആൾക്കാർ എന്തെയില്ല, നെഗറ്റീവായിട്ടുള്ള ആൾക്കാർ ഇങ്ങോട്ട് ഉള്ളിലേക്ക് കടത്തിവിടാൻ നോക്കണതിൽ ഒരു പങ്ക് വഹിക്കുന്ന ആരാണ്? ഇല്ല, എല്ലാ റോളൊന്നുമില്ല, ഒരു പങ്ക് വഹിക്കുന്ന ആരാണ്? ഈ കാർബോഹൈഡ്രേറ്റിൻ്റെ നെഗറ്റീവ് ചാർജാണ്. ക്ലിയർലേ? അപ്പോൾ കാർബോഹൈഡ്രേറ്റിൻ്റെ ഉള്ളിലേക്ക് ഈ കാർബോഹൈഡ്രേറ്റിൻ്റെ നെഗറ്റീവ് ചാർജ് കാരണം ഒട്ടുമിക്ക നെഗറ്റീവായിട്ടുള്ള ആൾക്കാരും നെഗറ്റീവ് ചാർജുള്ള ബയോമോളിക്യൂൾസ് ഉള്ളിലേക്ക് കയറൂല. ബയോമോളിക്യൂൾസ് അല്ല, മോളിക്യൂൾസ്. ഇപ്പോൾ ചിലപ്പോൾ ക്ലോറിൻ അയോണ്ടൊക്കെ ചാർജ് നെഗറ്റീവ് ആക്കണം. അപ്പോൾ പക്ഷേ ക്ലോറിൻ അയോണൊക്കെ സെല്ലിന് ആവശ്യമുള്ള സാധനമാണ്, അത് ഉള്ളിലേക്ക് കയറുന്ന നോക്കുന്ന ആരാണ്? അതിന് സ്പെഷ്യൽ ടൈപ്പ് പ്രോട്ടീൻസ് ഉണ്ടായിരിക്കും. അല്ലേ? അപ്പോൾ ആവശ്യമുള്ള നെഗറ്റീവ് ചാർജുള്ള ആൾക്കാർ ഉള്ളിലേക്ക് കടത്തിവിടാൻ സ്പെഷ്യൽ ടൈപ്പ് പ്രോട്ടീൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും കേട്ടോ. അല്ലാതെ ചുമ്മാ വെറുതെ നമ്മളെ സെല്ലിന് ആവശ്യമില്ലാത്ത ഒരുപാട് നെഗറ്റീവായിട്ടുള്ള ആൾക്കാരുണ്ട്, ഓലൊന്നും സെല്ലിൻ്റെ ഉള്ളിലേക്ക് കടത്തിവിടാൻ നോക്കുന്നത് ഈ കാർബോഹൈഡ്രേറ്റ് കൊടുക്കുന്ന ഈ നെഗറ്റീവ് ചാർജാണ്. അത് ഓർത്ത് വയ്ക്കുക. അതാണ് കാർബോഹൈഡ്രേറ്റിൻ്റെ ഫംഗ്ഷൻ. ഇനി നമുക്ക് പഠിക്കാനുള്ളത് സെൽ മെമ്പറിൻ്റെ ഫംഗ്ഷൻ. അപ്പോൾ നമ്മൾ കാർബോഹൈഡ്രേറ്റും പ്രോട്ടീൻസും ലിപ്പിഡ്സും ഒക്കെ പഠിച്ചു കഴിഞ്ഞു ക്ലാസ് മെമ്പറിൽ. ഇനി നമുക്ക് അവസാനമായിട്ട് പഠിക്കേണ്ടത് എന്താണ്? ഫംഗ്ഷൻസ് ഓഫ് സെൽ മെമ്പർ എന്നുള്ള. നമ്മളിപ്പോൾ ഇതുവരെ പഠിച്ച പ്രോട്ടീൻസിൻ്റെയും ലിപ്പിഡ്സിൻ്റെയും കാർബോഹൈഡ്രേറ്റിൻ്റെ ഒക്കെ ഫംഗ്ഷൻ ഇല്ലേ, അത് തന്നെയാണ് ഇത് ഫംഗ്ഷൻസ് ഓഫ് സെൽ മെമ്പർ എന്ന് വെച്ചാൽ അല്ലേ. അതിൽ നമുക്ക് കുറച്ച് അഡീഷണൽ ആയിട്ട് നോക്കുകയാണെങ്കിൽ പ്രൊട്ടക്റ്റീവ് ഫംഗ്ഷൻ. എന്താണ് പ്രൊട്ടക്റ്റീവ് ഫംഗ്ഷൻ എന്ന് വെച്ചാൽ? അപ്പോൾ നമുക്കറിയാം സെല്ലിൻ്റെ ഉള്ളിൽ എന്താ ഉള്ളത്? സൈറ്റോപ്ലാസം ഉണ്ട്, സെൽ ഓർഗനൈലൊക്കെ ഉണ്ട് അല്ലേ. അപ്പോൾ ഇതിനെ മൊത്തം പ്രൊട്ടക്റ്റ് ചെയ്യണ ആരാണ്? ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഇതിനെ കവർ ചെയ്തുകൊണ്ട് പ്രൊട്ടക്റ്റ് ചെയ്യണ ആരാ? പ്ലാസ്മ മെംബ്രെയിൻ അല്ലേ, സെൽ മെംബ്രെയിൻ അല്ലേ. അതെ. അപ്പോൾ സെൽ മെംബ്രെയിൻ പ്രൊട്ടക്ട് ദി സൈറ്റോപ്ലാസം ആൻഡ് സെൽ ഓർഗനൈലെ പ്രസൻറ്റ് ഇൻ ദി സെൽ അല്ലെങ്കിൽ സൈറ്റോപ്ലാസം ഇൻസൈഡ് ദി സെൽ, എന്ത് വേണമെങ്കിൽ പറയാം. ക്ലിയർലേ? അപ്പോൾ പ്രൊട്ടക്റ്റീവ് ഫംഗ്ഷനാണ് നമ്മുടെ പ്ലാസ്മ മെംബ്രെയിൻ്റെ ഒരു ഫംഗ്ഷൻ. പിന്നെ സെലക്റ്റീവ് പെർമിബിലിറ്റി നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. സെലക്റ്റീവ് പെർമിബിലിറ്റി എന്താണത്? സെല്ല് എന്ത് ചെയ്യുള്ളൂ? ആവശ്യമുള്ള സാധനം ഈ സെൽ മെംബ്രെയിൻ്റെ ഉള്ളിൽ കൂടി ആവശ്യമുള്ള സാധനം മാത്രമേ കടന്നു വരുള്ളൂ. അതുപോലെ തന്നെ സെല്ലിൽ നിന്ന് ആവശ്യമുള്ള സാധനം മാത്രമേ പുറത്തേക്ക് പോവുള്ളൂ. അല്ല തോന്നിയ മാതിരി ഇങ്ങനെ കയറ്റി വിടാനും അതേപോലെ തുറന്നു വിടാനൊന്നും ആരും സമ്മതിക്കില്ല, പ്ലാസ്മ മെംബ്രെയിൻ സമ്മതിക്കില്ല. കാരണം പ്ലാസ്മ മെംബ്രെയിൻ എന്താണ്? ഒരു സെമി പെർമിബിൾ മെംബ്രെയിനാണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട്, സെമി പെർമിബിൾ മെംബ്രെയിനാണ്. ചില വസ്തുക്കൾ മാത്രം എന്ത് ചെയ്യുള്ളൂ? ആ പ്ലാസ്മ മെംബ്രെയിൻ ക്രോസ് ചെയ്ത് ഉള്ളിലേക്ക് വരാൻ പറ്റുള്ളൂ. ചില ആൾക്കാർക്ക് മാത്രമേ ക്രോസ് ചെയ്തിട്ട് പുറത്തേക്ക് പോകാൻ പറ്റുള്ളൂ. അതുകൊണ്ട് എല്ലാവർക്കും എന്തില്ല? പെർമിഷൻ ഇല്ല. ചില ആൾക്കാർക്ക് മാത്രം പെർമിഷൻ ഉള്ളൂ. എന്ത്? അക്രോസ് ദി പ്ലാസ്മ മെംബ്രെയിൻ. സോ പ്ലാസ്മ മെംബ്രെയിൻ ഈസ് എ സെമി പെർമിബിൾ മെംബ്രെയിൻ അല്ലെങ്കിൽ സെലക്റ്റീവ്ലി പെർമിബിൾ, എങ്ങനെ വേണമെങ്കിൽ പറയാം. പിന്നെ അബ്സോർപ്റ്റീവ് ഫംഗ്ഷനാണ്. എന്താണ് അബ്സോർപ്റ്റീവ് ഫംഗ്ഷൻ? സെല്ലിന് ആവശ്യമായിട്ടുള്ള ന്യൂട്രിയൻസിനൊക്കെ അബ്സോർബ് ചെയ്യണത് എന്ത് വഴിയാണ്? ഈ പ്ലാസ്മ മെംബ്രെയിൻ വഴിയാണ്. ക്ലിയർ അല്ലേ? പ്ലാസ്മ മെംബ്രെയിൻ എന്നുള്ള ആ ഒരു ബാരിയറിലൂടെയാണ് എന്ത് ചെയ്യണത്? ഈ സാധനങ്ങളൊക്കെ അബ്സോർബ് ചെയ്യണത്. ക്ലിയർ അല്ലേ? വേണ്ട ഗ്ലൂക്കോസിന് എടുക്കാനൊക്കെ ആരെ സഹായിക്കുന്നത്? ഗ്ലൂക്കോസിനൊക്കെ എടുക്കാൻ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, എന്തുണ്ട്? പ്രോട്ടീൻ, സെൽ മെംബ്രെയിനുള്ള പ്രോട്ടീൻസ് ഉണ്ട് നമ്മൾ പറഞ്ഞു അല്ലേ. പ്രോട്ടീൻസൊക്കെ ഗ്ലൂക്കോസിനുള്ളിലേക്ക് കടത്തിയിട്ട് ട്രാൻസ്പോർട്ടേഴ്സിലൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഇത്തരത്തിൽ ന്യൂട്രിയൻസിനൊക്കെ അബ്സോർബ് ചെയ്യുന്ന സെൽ മെംബ്രെയിനുള്ള
ഈ പ്രോട്ടീൻസും ലിപ്പിഡ്സൊക്കെ അതിന് സഹായിക്കണമൊക്കെ. അപ്പോൾ അബ്സോർപ്റ്റീവ് ഫംഗ്ഷൻ. അതുപോലെ തന്നെ എക്സ്ക്രീറ്ററി ഫംഗ്ഷൻ. സെല്ലിന് ആവശ്യമില്ലാത്ത സാധനങ്ങൾ സെല്ലിൻ്റെ പുറത്തേക്ക് തള്ളണവരാണ്. സെല്ലിന് ആവശ്യമുള്ള സാധനങ്ങൾ ഇപ്പോൾ സെല്ല് ഉണ്ടാക്കുന്ന സാധനമാണ് കാർബൺ ഡൈ ഓക്സൈഡൊക്കെ. സെല്ലിങ്ങനെ ഓരോ സെല്ലിൽ ഒരുപാട് റിയാക്ഷൻ നടക്കുന്നുണ്ട്. ആ ഓരോ റിയാക്ഷൻ്റെ ഭാഗമായിട്ടും ഒരുപാട് എന്തുണ്ട് വേസ്റ്റ് പ്രോഡക്റ്റ് ഉണ്ടാവുന്നുണ്ട്. ഇപ്പോൾ എന്തൊരു ഫാക്ടറി നോക്കണമെങ്കിൽ ആ ഫാക്ടറിയിൽ അതിൻ്റെ വേസ്റ്റ് പ്രോഡക്റ്റായിട്ട് പുകകളൊക്കെ നമ്മൾ കാണാറില്ലേ, പുകകളൊക്കെ കാണുന്നുണ്ടാവും അല്ലേ, സ്മോക്കൊക്കെ. അതുപോലത്തെ ഇത്തരത്തിലുള്ള വേസ്റ്റ് പ്രോഡക്റ്റുകളൊക്കെ എവിടെ നിന്നുണ്ടാവും, ഈ സെല്ലിലുണ്ടാവും. ആ സെല്ലിൽ നിന്നുണ്ടാവണം ആ വേസ്റ്റ് പ്രോഡക്റ്റ് നമ്മൾ എന്ത് ചെയ്യണം, സെല്ലിൽ നിന്ന് എന്ത് ചെയ്യണം, എക്സ്ക്രീറ്റ് ചെയ്യണം. സെല്ലിൽ നമ്മൾ എന്ത് ചെയ്യണം, എക്സ്ക്രീറ്റ് ചെയ്യണം. ക്ലിയർ അല്ലേ? അപ്പോൾ എന്താണ് അത് ഇങ്ങനെ എന്തിലൂടെയാണ് എക്സ്ക്രീറ്റ് ചെയ്യേണ്ടത്, പ്ലാസ്മ മെംബ്രെയിൻ വഴിയാണ് എന്ത് എക്സ്ക്രീറ്റ് ചെയ്യുന്നത്. അപ്പോൾ സെല്ലിന് പുറത്തേക്ക് പോകുന്നത് എന്ത് വഴിയാണ്, പ്ലാസ്മ മെംബ്രെയിൻ വഴിയാണ്. അതുകൊണ്ട് എക്സ്ക്രീറ്ററി ഫംഗ്ഷനും അതിനുണ്ടായിരിക്കും, എക്സ്ക്രീറ്ററി ഫംഗ്ഷനും അതിനുണ്ടായിരിക്കും. ഓക്കെ, നെക്സ്റ്റ് നോക്കാനുള്ളത് എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ് ആണ്. എന്താണ് എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ്? അതായത് സെല്ലിനുള്ളിലേക്ക് ഓക്സിജൻ കയറണം, സെല്ലിൻ്റെ ഉള്ളിലേക്ക് ഓക്സിജൻ കയറുന്നതും സെല്ലിൻ്റെ ഉള്ളിൽ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തേക്ക് പോകുന്നത് എന്ത് വഴിയാണ്, ഈ പറഞ്ഞ പ്ലാസ്മ മെംബ്രെയിന് അക്രോസ് ആയിട്ടാണ്. അതുകൊണ്ട് എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസ് ഉദ്ദേശിക്കുന്നത് ഓക്സിജൻ്റെ ഇൻടേക്കും അതുപോലെ തന്നെ എന്താണ് ഈ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ എക്സിറ്റും ആണ് കേട്ടോ. അതാണ് എന്ത് ഉദ്ദേശിക്കുന്നത്, എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ്. അത് എന്ത് വഴിയാണ് നടക്കുന്നത്, പ്ലാസ്മ മെംബ്രെയിന് കുറുകെ നടക്കണം. അപ്പോൾ അത് പിന്നെ നമ്മളെ ഈ സെല്ലിനൊരു ഷേപ്പും അതിൻ്റെ സൈസൊക്കെ നിർണ്ണയിക്കുന്ന ആരാണ്, ഈ പ്ലാസ്മ മെംബ്രെയിൻ്റെ ഇതാണ് കേട്ടോ. പ്ലാസ്മ മെംബ്രെയിനാണിത്. ആ സെല്ലൊരു ഷേപ്പ് കൊടുക്കുന്നതും സൈസൊക്കെ കൊടുക്കുന്നത് എന്താണ്, പ്ലാസ്മ മെംബ്രെയിനാണ് അല്ലെങ്കിൽ സെൽ മെംബ്രെയിനാണ്. സോ ഇത്രയാണെന്ത് ഈ പറഞ്ഞ സിമ്പിൾ ഫങ്ഷൻസ് ആണ്. അപ്പോൾ ഇത്രയാണെന്ത് നമ്മുടെ സെൽ മെംബ്രെയിൻ്റെ ഫങ്ഷൻ. ഓക്കെ, താങ്ക് യു.